അമിത ജോലിഭാരം കാരണം ഒരു റോബോട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങ് സൗത്ത് കൊറിയയിൽ ഈ കഴിഞ്ഞ ജൂൺ 26-നായിരുന്നു സംഭവം. അതെങ്ങനെയാണ് നോക്കുന്നതിന് മുമ്പായി രംഗത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ഈ പേജ് ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ അടിച്ചു വെച്ചേക്ക്. റോബോട്ടുകളെ യൂസ് ചെയ്യുന്ന കണക്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് സൗത്ത് കൊറിയ. 10 ആളുകൾക്ക് ഒരു റോബോട്ട് എന്ന കണക്കിലാണ് ഇവിടെ റോബോട്ടുകൾ യൂസ് ചെയ്യപ്പെടുന്നത്. ഗൂമി സിറ്റി കൗൺസിലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ റോബോട്ടിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ പ്രധാന ജോലി പല നിലകൾ കയറി ഇറങ്ങി ഫയലുകൾ എത്തിച്ചു കൊടുക്കുക, കസ്റ്റമറായിട്ട് ഇന്ററാക്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയായിരുന്നു. എല്ലാ മനുഷ്യരെയും പോലെ 9 മണി മുതൽ 6 മണി വരെയുള്ള ഒരു ഷെഡ്യൂൾ ആയിരുന്നു ഈ റോബോട്ടിനും ഉണ്ടായിരുന്നത്. ബെയർ റോബോട്ടിക്സ് എന്ന കാലിഫോർണിയൻ കമ്പനിയാണ് ഈ റോബോട്ടിന്റെ ക്രിയേറ്റർ. സംഭവം നടക്കുന്നതിന് മുന്നേ ഈ റോബോട്ട് ഫ്ലോറിൽ കിടന്ന് വട്ടം കറങ്ങുന്നതായി അധികൃതർ കണ്ടിരുന്നത്രേ. തുടർന്ന് പടിക്കെട്ടുകളിൽ തകർന്നു കിടക്കുന്ന റോബോട്ടിനെയാണ് എല്ലാവരും കണ്ടത്. എന്തായാലും സോഷ്യൽ മീഡിയകളിൽ ഇത് ഓവർ വർക്ക് കാരണം സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് പ്രചരിക്കപ്പെടുന്നത്. കേൾക്കുമ്പോൾ ഭയങ്കര സില്ലിയായിട്ട് തോന്നും, പിന്നെ റോബോട്ടൊക്കെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഇതിന്റെ ശരിക്കുള്ള കാരണം ഇതുവരെയായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ